നമസ്കാരം, ഞാൻ സ്നേഹ തോമസ്. പ്രതിവാര കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പ്രവാസി ബാസ്കറ്റ്ബോൾ പ്രതിഭകളെ തിരഞ്ഞ് കേരളം ദേശി ബോളേഴ്സ് കമ്പൈൻ എന്ന പേരിൽ കേരള കമ്പൈൻ ട്രയൽസ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ചെന്നൈയിലേക്ക് കൊണ്ടുവരാൻ ശ്രമം. ഫിഡെയ്ക്ക് ബിഡ് നൽകി ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ. സ്വന്തം മൈതാനത്ത് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് ആദ്യ ജയം. ജംഷഡ്പൂർ എഫ്സിയെ തകർത്തത് 2-0. സ്പാനിഷ് കിങ്സ് കപ്പ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കി റയൽ സോസിഡാഡ്. ഫൈനലിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ തോൽപ്പിച്ചത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ. വാർത്തകൾ വിശദമായി. പ്രവാസി മലയാളി ബാസ്കറ്റ്ബോൾ താരങ്ങളെ തേടി ദേശി ബോളേഴ്സ് കമ്പൈൻ. വരാനിരിക്കുന്ന ബാസ്കറ്റ്ബോൾ ലീഗ് കേരളയിലേക്ക് പ്രവാസി മലയാളി താരങ്ങളെ എത്തിക്കാനുള്ള പാതയാണ് ഇതിലൂടെ തുറക്കപ്പെടുന്നത്. സ്റ്റാർട്ടിംഗ് 5 വെബ്സൈറ്റ് വഴിയോ ഇൻസ്റ്റഗ്രാം പേജ് വഴിയോ രജിസ്റ്റർ ചെയ്യാം. രാജ്യാന്തര തലത്തിലുള്ള പ്രവാസി മലയാളി ബാസ്കറ്റ്ബോൾ പ്രതിഭകളെ ഇന്ത്യയിലെ ആഭ്യന്തര കായിക മേഖലയുമായി കോർത്തിണക്കാൻ ദേശി ബോളേഴ്സ് കമ്പൈൻ എന്ന പേരിൽ കേരള കമ്പൈൻ ട്രയൽസ് പ്രഖ്യാപിച്ചു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി അണ്ടർ 14, അണ്ടർ 19 വിഭാഗങ്ങൾക്കായാണ് ട്രയൽ സംഘടിപ്പിക്കുന്നത്. അണ്ടർ 14 വിഭാഗക്കാർ 2012 ജനുവരി 1 അതിനുശേഷമോ ജനിച്ചവരായിരിക്കണം. അണ്ടർ 19 വിഭാഗക്കാർ 2007 ജനുവരി 1 അതിനുശേഷമോ ജനിച്ചവരായിരിക്കണം. അപേക്ഷകൾ മലയാളി വംശജരായിരിക്കണം. ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് മുൻഗണന. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പ്രത്യേക പരിഗണന ലഭിക്കും. പ്രവാസി ട്രയൽസ് മെയ് 10 മുൻപും താരലേലം മെയ് 17 നടക്കും. ജൂൺ 1 ലീഗ് ആരംഭിക്കും. ഗ്ലോബൽ ടാലന്റ് സെർച്ചിന്റെ ഭാഗമായി പ്രവാസി കുടുംബങ്ങൾക്കായി പ്രത്യേക രജിസ്ട്രേഷൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് 5 വെബ്സൈറ്റ് വഴിയോ ഇൻസ്റ്റഗ്രാം പേജ് വഴിയോ രജിസ്റ്റർ ചെയ്യാം. ട്രയൽസ് വേദികൾ, യാത്രാ സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ 8229807488 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. വരാനിരിക്കുന്ന ബാസ്കറ്റ്ബോൾ ലീഗ് കേരളയിലേക്ക് പ്രവാസി മലയാളി താരങ്ങളെ എത്തിക്കാനുള്ള പാതയാണ് ഇതിലൂടെ തുറക്കപ്പെടുന്നത്. കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ, സ്റ്റാർട്ടിംഗ് 5 സ്പോർട്സ് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, ABC ബാസ്കറ്റ്ബോൾ ഡെവലപ്മെന്റ് ലീഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയുമായി സഹകരിച്ചാണ് ഈ സംരംഭം നടപ്പാക്കുന്നത്. ചെന്നൈയിലേക്ക് ഈ വർഷം നടക്കുന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി കൊണ്ടുവരാൻ ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ ഇതിനായി ഫിഡെയ്ക്ക് ബിഡ് നൽകി. അതേസമയം സൈപ്രസിൽ നടന്ന കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് വിജയിച്ച ശേഷം മടങ്ങിയെത്തിയ വൈശാലിക്ക് വിമാനത്താവളത്തിൽ ചെസ് ഫെഡറേഷൻ സ്വീകരണം നൽകി. ഈ വർഷം നടക്കുന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് ചെന്നൈ നഗരത്തിൽ വേദിയൊരുക്കാൻ ഫിഡെയ്ക്ക് ബിഡ് നൽകി ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ. പുരുഷ വിഭാഗത്തിൽ നിലവിലെ ലോക ചാമ്പ്യനായ ഇന്ത്യക്കാരൻ ഡി ഗുഗേഷ് ഉസ്ബെക്കിസ്ഥാന്റെ ജാവോകിർ സിന്ദോറോവിനെ നേരിടുമ്പോൾ, വനിതാ വിഭാഗത്തിൽ നിലവിലെ ലോക ചാമ്പ്യനായ ജുവൻജുന്റെ എതിരാളിയായി കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് ജയിച്ചെത്തുന്നത് ഇന്ത്യയുടെ തന്നെ ആർ വൈശാലിയാണ്. ഗുഗേഷും വൈശാലിയും ചെന്നൈക്കാരാണെന്നതാണ് ലോക ചാമ്പ്യൻഷിപ്പിന് വേദിയാകാൻ ചെന്നൈയെ പ്രേരിപ്പിക്കുന്നത്. 2024 ലോക ചാമ്പ്യൻഷിപ്പിന് വേദിയാകാൻ ബിഡ് നൽകിയവരിൽ ചെന്നൈയും ഉണ്ടായിരുന്നു. എന്നാൽ അവസാന നിമിഷം സിംഗപ്പൂർ സിറ്റിക്കാണ് നറുക്കുവീണത്. 2013 വിശ്വനാഥൻ ആനന്ദും മാഗ്നസ് കാൾസനും തമ്മിലുള്ള ലോക ചാമ്പ്യൻഷിപ്പ് പോരാട്ടത്തിനും 2022 ചെസ് ഒളിമ്പ്യാഡിനും വേദിയായത് ചെന്നൈയാണ്. തമിഴ്നാട് സർക്കാരിന്റെ സാമ്പത്തിക പിന്തുണയോടെയാണ് ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ വേദിക്കായി ശ്രമിക്കുന്നത്. സൈപ്രസിൽ നടന്ന കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് വിജയിച്ച ശേഷം മടങ്ങിയെത്തിയ വൈശാലിക്ക് വിമാനത്താവളത്തിൽ ചെസ് ഫെഡറേഷൻ സ്വീകരണം നൽകി. കൊച്ചിയിൽ സീസണിലെ കന്നി ജയം സ്വന്തമാക്കി കേരള ബ്ലാസ്റ്റേഴ്സ്. ജയത്തോടെ ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനം മുന്നേറി 11-ലെത്തി. സ്വന്തം തട്ടകത്തിൽ സീസണിലെ കന്നി ജയം സ്വന്തമാക്കി കേരള ബ്ലാസ്റ്റേഴ്സ്. ഹോം സ്റ്റേഡിയമായ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ്സിയെ 2-0 തകർത്തത്. ബ്ലാസ്റ്റേഴ്സിനായി 12ാം മിനിറ്റിൽ നിഹാൽ സുധീഷ്, 36ാം മിനിറ്റിൽ വിപിൻ മോഹനൻ എന്നിവർ ഗോൾ നേടി. തുടക്കം വിരസമായിരുന്നെങ്കിലും പന്തിന്റെ നിയന്ത്രണം പതിയെ ബ്ലാസ്റ്റേഴ്സിന്റെ കാലുകളിലായി. 12ാം മിനിറ്റിൽ തന്നെ മലയാളി താരം നിഹാലിലൂടെ ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഗോൾ കണ്ടെത്തി. ഇടത് വിങ്ങിലൂടെ ജംഷഡ്പൂർ താരങ്ങളെ മറികടന്ന് പന്തുമായി കുതിച്ച കെവിൻ യോക്കിന്റെ അളന്നുകുറിച്ചുള്ള പാസിൽ അജ്സലിന്റെ മനോഹരമായ ഹെഡർ. പന്ത് ജംഷഡ്പൂർ ഗോളി അൽബിനോ ഗോമസിനെ കാഴ്ചക്കാരനാക്കി വലയ്ക്കകത്തേക്ക്. ആളില്ല ഗാലറിയിൽ ഒറ്റപ്പെട്ട കയ്യടികൾ മാത്രം. മറുപടി നൽകാനുള്ള ജംഷഡ്പൂരിന്റെ നീക്കം ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധം തകർത്തു. സമനില പിടിക്കാൻ ജംഷഡ്പൂരും ലീഡ് ഉയർത്താൻ ബ്ലാസ്റ്റേഴ്സും കളം നിറഞ്ഞതോടെ മത്സരം ആവേശമായി. 36ാം മിനിറ്റിൽ മറ്റൊരു മലയാളി താരം വിപിൻ മോഹനിലൂടെ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ജംഷഡ്പൂർ വലകുലുക്കി. 2ാം പകുതിയിൽ മത്സരം പിടിച്ചെടുക്കാൻ ഉറച്ചിറങ്ങിയ ജംഷഡ്പൂർ തുടക്കം മുതൽ ആക്രമണം അഴിച്ചുവിട്ടു.
പ്രതിരോധത്തിൽ ഉറച്ചുനിന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ഒറ്റപ്പെട്ട നീക്കങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല. നിക്കോളോ സ്റ്റോജനോവിച്ചിന്റെയും റാഫേൽ എറിക്കിന്റെയും ഷോട്ടുകൾ ബാറിനെ തലോടി പുറത്തേക്ക് പോയി. 79-ാം മിനിറ്റിൽ അനുകൂലമായി ലഭിച്ച കോർണറും ജംഷഡ്പൂരിന് മുതലെടുക്കാൻ ആയില്ല. ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. ഡെൻമാർക്കുകാരനായ ബാഡ്മിന്റൺ സൂപ്പർ താരം വിക്ടർ അക്സൽസൺ അന്താരാഷ്ട്ര കരിയർ അവസാനിപ്പിച്ചു. 2 തവണ വീതം ഒളിമ്പിക് സ്വർണ്ണ മെഡലും ലോക ചാമ്പ്യൻഷിപ്പും നേടി 32-കാരനായ ഡാനിഷ് താരം ദീർഘനാളായുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് കളി നിർത്താൻ തീരുമാനിച്ചത്. തുടർച്ചയായി 183 ആഴ്ചകൾ ലോക 1-ാം നമ്പർ താരമായിരുന്ന അക്സൽസൺ ഈ നേട്ടം കൈവരിക്കുന്ന ചരിത്രത്തിലെ 3ാമത്തെ താരമാണ്. ടോക്കിയോ, പാരീസ് ഒളിമ്പിക്സുകളിലെ സ്വർണ്ണവേട്ടയും 2017, 2022 വർഷങ്ങളിലെ ലോക കിരീടങ്ങളും അദ്ദേഹം നേടിയിരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിനെ ഫൈനലിന്റെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച് റയൽ സോസിഡാഡ് സ്പാനിഷ് കിങ്സ് കപ്പ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കി. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും 2-2 സമനിലയിൽ പിരിഞ്ഞതോടെയാണ് ഷൂട്ടൌട്ട് വേണ്ടിവന്നത്. 4-3 ഷൂട്ടൌട്ടിൽ സോസിഡാഡിന്റെ വിജയം. ഷൂട്ടൌട്ടിൽ അത്ലറ്റിക്കോയുടെ അലക്സ് സോലോത്തിന്റെയും ജൂലിയൻ അൽവാരേസിന്റെയും കിക്കുകൾ തടുത്തിട്ട സോസിഡാഡ് ഗോളി യുനൈ മറേറോയാണ് സൂപ്പർ സ്റ്റാർ ആയത്. ഇത് 4ാം തവണയാണ് റയൽ സോസിഡാഡ് കിങ്സ് കപ്പ് ജേതാക്കളാകുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ IPL മത്സരത്തിനിടെ പരിക്കേറ്റ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ യുവതാരം ആയുഷ് മാത്രയ്ക്ക് ഈ സീസണിൽ ഇനിയുള്ള മത്സരങ്ങൾ നഷ്ടമായേക്കുമെന്ന് സൂചന. 13 പന്തുകളിൽ 30 റൺസ് നേടിയ ആയുഷിന് ഒരു ഡബിളിനുള്ള ശ്രമത്തിനിടെ പേശിവലിവ് അനുഭവപ്പെടുകയായിരുന്നു. കഴിഞ്ഞ കളിയിൽ 4 വിക്കറ്റ് വീഴ്ത്തിയ ഹൈദരാബാദിന്റെ പേസർ പ്രഫുൽ ഹിംഗെ ഒരു ഓവറിൽ 5 ബൗണ്ടറികൾ പായിച്ച് മികച്ച ഫോമിലായിരുന്നു മാത്രം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ചീഫ് സെലക്ടറായി അജിത് അഗാർക്കർ തുടരും. 4 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ അഗാർക്കറിന് BCCI 1 വർഷത്തേക്ക് കൂടി കരാർ പുതുക്കി നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ. അഗാർക്കറിന്റെ കാലയളവിൽ 2024, 2026 വർഷങ്ങളിലെ T20 ലോകകപ്പ് കിരീടങ്ങളും 2025 ചാമ്പ്യൻസ് ട്രോഫിയും ഇന്ത്യ നേടിയിട്ടുണ്ട്. 2027 ജൂൺ വരെയാണ് അഗാർക്കറിന്റെ പുതിയ കരാർ. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.